സംസ്ഥാനത്ത് സ്വർണ്ണവില 1 ലക്ഷം രൂപ എന്ന സർവകാല റെക്കോർഡ് കടന്നത് ഇന്നലെയായിരുന്നു. രാജ്യാന്തര വില ഔൺസിന് $4500 എന്ന റെക്കോർഡ് നിലവാരത്തിലും എത്തിക്കഴിഞ്ഞു. സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചവർക്ക് എത്ര ലാഭം കിട്ടി, എന്ത് ലാഭം കിട്ടി? ഇനി സ്വർണ്ണവില കൂടുമോ? ഇനി സ്വർണം വാങ്ങി വീട്ടിൽ വെക്കുന്നത് ബുദ്ധിപരമാണോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം പകരാൻ നമുക്കൊപ്പം ബിസിനസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ കൂടി ചേരുന്നു, നമ്മുടെ ബിസിനസ് എഡിറ്റർ. ഓവർ ടു യു കൃഷ്ണ ചെറിയാൻ, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ. ഇപ്പോൾ എൻ്റെ പിന്നിൽ ഒരു ചിത്രം കാണാം. ഇവിടെ ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള നീണ്ട ക്യൂ ഒക്കെ കാണുന്നത് ഫെയർ പ്രൈസ് ഷോപ്പുകൾക്ക് മുമ്പിലാണ്, ഏറ്റവും വില കുറച്ച് സാധനങ്ങൾ കിട്ടുന്നത്. പക്ഷേ ഏപ്രിലിൽ സ്വർണ്ണവില പവന് 75,000-ലേക്ക് കുതിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, ഓസ്ട്രേലിയയിലും വിയറ്റ്നാമിലുമൊക്കെ സ്വർണ്ണ വ്യാപാര കേന്ദ്രങ്ങൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവർ രണ്ട് കാര്യങ്ങൾക്കാണ് നിൽക്കുന്നത്. ഒരു കൂട്ടർ വാങ്ങാൻ നിൽക്കുന്നു, ഇനിയും വില കൂടും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തിൽ വാങ്ങാൻ നിൽക്കുന്നവർ. മറ്റൊരു കൂട്ടർ കയ്യിലുള്ള സ്വർണം വില കൂടി, അതുകൊണ്ട് ഇപ്പം വിറ്റ് ലാഭം എടുത്തേക്കാം എന്ന് വിചാരിച്ചു പോകുന്നവർ. അപ്പോൾ അവരുടെ ക്യൂ ആണ്. ഇതൊരു കൗതുകകരമായ കാഴ്ചയായതുകൊണ്ടാണ് ഞാനിത് കാണിച്ചു തന്നത്. ഇനി നമ്മൾ ഈ സ്വർണ്ണത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? 2005 എന്ന് പറയുന്ന വർഷത്തിലേക്ക് നമ്മൾ പോകുന്നു. അതായത് 2 പതിറ്റാണ്ട് മുൻപത്തേക്ക് പോകുന്നു. SKNന്റെ കയ്യിൽ 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 2025-ൽ SKN 1 ലക്ഷം രൂപയ്ക്ക് സ്വർണം വാങ്ങിച്ചിരുന്നെങ്കിൽ 20 വർഷങ്ങൾക്കിപ്പുറം 15% ശരാശരിയാണ് നമ്മൾ പറയുന്നത്, ശരാശരി റിട്ടേൺ ഗോൾഡ് നൽകിയത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ 1 ലക്ഷം രൂപ ഇന്ന് 16.3 ലക്ഷം, അതായത് 16,30,000 രൂപയായിട്ട് SKNന് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവും. ഇതാണ് ഗോൾഡിൽ നിക്ഷേപിച്ച എല്ലാവർക്കും 1 ലക്ഷം രൂപ 2025-ൽ ഗോൾഡിൽ നിക്ഷേപിച്ചവർക്ക് 16,30,000 രൂപ റിട്ടേൺ കിട്ടുന്നു. ഇനി ഇതേ പൈസ ഓഹരിയിലായിരുന്നു നിക്ഷേപിച്ചിരുന്നതെങ്കിൽ ഓഹരിയിൽ 13.3% ആവറേജ് ആനുവൽ റിട്ടേൺ, ശരാശരി റിട്ടേൺ ആണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. അത് നിക്ഷേപിച്ച ആളിന് കിട്ടുന്നത് 12,10,000 രൂപയാണ്, 12.1 ലക്ഷം രൂപ. ഇനി റിയൽ എസ്റ്റേറ്റിലായിരുന്നു ഈ നിക്ഷേപം നടത്തിയിരുന്നെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഫ്ളാറ്റോ മറ്റേതെങ്കിലും തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ആസ്തിയോ വാങ്ങിച്ചവർക്ക് കിട്ടിയ റിട്ടേൺ ഈ സമയത്ത് ഈ 20 വർഷങ്ങളിൽ കിട്ടിയത് 7.7% റിട്ടേൺ ആണ്. അപ്പോൾ അവർക്ക് കിട്ടിയത് 4,30,000 രൂപ മാത്രമാണ്. അത്രയും വലിയൊരു റിട്ടേൺ ആണ് ഗോൾഡ് ഈ 20 വർഷത്തിൽ നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ 2020-ലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 25 വർഷം പിന്നിലേക്ക് പോയാൽ അന്ന് 10 ഗ്രാം സ്വർണത്തിന് 4,400 രൂപയാണ്. ആ 4,400 രൂപ സ്വർണത്തിനുള്ളപ്പോൾ ഈ ചെറുപ്പക്കാർക്കൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ബൈക്കായിരുന്നു അന്നത്തെ ഒരു ഹരമായിരുന്ന ബൈക്ക്. അതിന് അന്നത്തെ വില 35,000 മുതൽ 40,000 രൂപ വരെയാണ്. അപ്പോൾ അതിൽ വെറും 4,400 രൂപ മാത്രമാണ് അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നത്. ഇതേ വ്യക്തി ഇന്നലെ ഒരു ഹീറോ ബൈക്ക്, ഇപ്പോൾ ഹീറോയും ഹോണ്ടയും രണ്ടായല്ലോ, അപ്പോൾ ഹീറോയുടെ ആ ബൈക്ക് വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ വില 70,000 രൂപയാണ്. 1,27,000 രൂപയാണ് സ്വർണത്തിൻ്റെ വില. അപ്പോൾ ആ 10 ഗ്രാം വാങ്ങിക്കാൻ പൈസ ഇന്നലെ ഉള്ള ആളിന് ഒരു ഹീറോയുടെ ബൈക്ക് വാങ്ങിക്കാം, ബാക്കി അത്രയും പൈസ കയ്യിലിരിക്കുകയും ചെയ്യും. അത്രമാത്രം റിട്ടേൺ ഗോൾഡിനുണ്ട്. അപ്പോൾ നമ്മൾ പല കമോഡിറ്റീസുമായിട്ട് നമുക്കിത് കമ്പയർ ചെയ്യാം. ഇന്നലെ ഞാനത് അരിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് കുറച്ചുകൂടി ചെറുപ്പക്കാർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ ഗോൾഡിൻ്റെ വില കൂടുകയാണ്. ഇനിയും ഇന്നലെ രാജ്യാന്തര വില ഔൺസിന് 28 ഗ്രാമിന് 4,500 എന്ന റെക്കോർഡ് കടന്നിരുന്നു. കുറേ ദിവസത്തേക്ക് ഈ ഒരു റെക്കോർഡ് ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ ഒരു തിരുത്തലുണ്ടാകും. വില കൂടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഗോൾഡ് കയ്യിലുള്ളവർ കൊണ്ടുപോയി അത് വിറ്റിട്ട് അതിന്റെ ലാഭം എടുക്കാൻ ശ്രമിക്കും. അങ്ങനെ സ്വർണത്തിന്റെ വില ഒരു തിരുത്തലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, കയ്യിലുള്ള പൈസ മുഴുവൻ ദയവ് ചെയ്ത് ഗോൾഡ് വാങ്ങിച്ച് കളയരുത്. നമ്മുടെ മൊത്തം ഇൻവെസ്റ്റ്മെന്റിന്റെ 1%, അതായത് 10 to 20% മാത്രമായിരിക്കണം സ്വർണത്തിലുള്ള നിക്ഷേപം. ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണ്ണവില കൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്പസമയത്തിനകം ഇന്നത്തെ സ്വർണ്ണവില വരും. എന്തായാലും ഇന്നത്തെ സ്വർണ്ണവില കൂടാനാണ് സാധ്യത. കാരണം ഇന്നലെ 4,500 എന്ന് പറയുന്ന റെക്കോർഡിലേക്ക് രാജ്യാന്തര വില എത്തിയിരുന്നു. SKN. താങ്ക് യു കൃഷ്ണ ചെറിയാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.